നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൗരത്വം നൽകാൻ പുതിയ ഇമിഗ്രേഷൻ നയവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 43 കോടി രൂപ നൽകി പൗരത്വം നേടാനുള്ള പുതിയ അവസരം തുറന്ന് US ലക്ഷ്യമിടുന്നത് അതിസമ്പന്നരെ. യുകെയിൽ സൂപ്പർ ബഗുകളെ നേരിടാനുള്ള ശ്രമങ്ങളിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. രോഗകാരികൾ ആന്റിബയോട്ടിക്കുകൾക്കും മറ്റ് ആന്റി മൈക്രോബിയലുകൾക്കുമെതിരെ പ്രതിരോധിക്കുന്നതിൽ അവയെ ചെറുക്കാൻ മരുന്നുകൾക്കിനി സാധിക്കില്ല. ഇംഗ്ലണ്ടിലെ ആരോഗ്യ മേഖലയെ ഞെട്ടിച്ച് NHS ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തു നിന്ന് അമാൻഡ പ്രിച്ചാർഡ് രാജിവെച്ചു. രാജ്യ സർക്കാരുമായി ഉടലെടുത്ത അസ്വാരസ്യങ്ങളെ തുടർന്നു. റഷ്യയെ പ്രതിരോധിക്കുന്നതിനായി ധാതു കരാറിൽ ഒപ്പുവെക്കാൻ വ്ളാഡിമിർ സെലൻസ്കി വെള്ളിയാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനം US-ഉം ഉക്രൈനും തമ്മിൽ ദിവസങ്ങളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം. DRC വിമതരെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ UK റുവാണ്ടയ്ക്കുള്ള സഹായം നിർത്തിവെച്ചു. റുവാണ്ട ആതിഥേയത്വം വഹിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നത് UK സർക്കാർ നിർത്തലാക്കും. സൗദി റിയാലിന്റെ ചിഹ്നം ഉപയോഗിക്കുന്നതിന് 8 പുതിയ നിയമങ്ങളുമായി സെൻട്രൽ ബാങ്ക്. പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് രാജ്യത്തും വിദേശത്തും കറൻസിക്ക് ശക്തമായ ഒരു ഐഡന്റിറ്റി നൽകുക എന്ന ലക്ഷ്യത്തോടെ. ദുബായിൽ സ്കൂട്ടർ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടികളെക്കുറിച്ച് ആലോചിച്ച് അധികൃതർ. നഗരത്തിലെ പ്രധാന പ്രദേശങ്ങളിലെ സൈക്ലിസ്റ്റുകൾക്കും സ്കൂട്ടർ ഉപയോക്താക്കൾക്കും ഇതിൽ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ക്യാമ്പയിനുമായി ദുബായ് പോലീസ്. വാർത്തകൾ വിശദമായി. പൗരത്വം നൽകാൻ പുതിയ ഇമിഗ്രേഷൻ നയവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 43 കോടി രൂപ നൽകി പൗരത്വം നേടാനുള്ള പുതിയ അവസരമാണ് US തുറന്നിടുന്നത്. ഗോൾഡ് കാർഡ് എന്ന പേരിലുള്ള പൗരത്വം പദ്ധതി അതിസമ്പന്നരെ ലക്ഷ്യമിട്ടുള്ളതാണ്. ഗ്രീൻ കാർഡിന്റെ പ്രീമിയം വെർഷനായാണ് പുതിയ പദ്ധതിയെ വിലയിരുത്തുന്നത്. US-ൽ ദീർഘകാലം താമസിക്കുന്നതിനുള്ള അവസരമാണ് ഗോൾഡ് കാർഡിലൂടെ കൈവരിക. കഴിഞ്ഞ ദിവസമാണ് ട്രംപ് പുതിയ ഇമിഗ്രേഷൻ നയം അവതരിപ്പിച്ചത്. യുകെയിൽ സൂപ്പർ ബഗുകളെ നേരിടാനുള്ള ശ്രമങ്ങളിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് മന്ത്രിമാർക്ക് മുന്നറിയിപ്പ് നൽകി ലോകാരോഗ്യ സംഘടന. രോഗകാരികൾ ആന്റിബയോട്ടിക്കുകൾക്കും മറ്റ് ആന്റി മൈക്രോബിയലുകൾക്കുമെതിരെ പ്രതിരോധിക്കുന്നതിനാൽ അവയെ ചെറുക്കാൻ മരുന്നുകൾക്കിനി സാധിക്കില്ല. ആഗോള പൊതുജനാരോഗ്യത്തിനും വികസനത്തിനും ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നായി ഇത് മാറുമെന്ന് ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. പ്രതിസന്ധി പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആരോഗ്യം, ആയുർദൈർഘ്യം, NHS-ന്റെ പ്രവർത്തനം എന്നിവയെ കാര്യമായി ബാധിക്കുമെന്ന് വാച്ച് ഡോഗ് പറഞ്ഞു. ഇംഗ്ലണ്ടിലെ ആരോഗ്യ മേഖലയെ ഞെട്ടിച്ച് NHS ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തു നിന്ന് അമാൻഡ പ്രിച്ചാർഡ് രാജിവെച്ചു. കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാരുമായി ഉടലെടുത്ത അസ്വാരസ്യങ്ങളെ തുടർന്നാണ് പടിയിറക്കം എന്നാണ് കരുതപ്പെടുന്നത്. വിവിധ വിഷയങ്ങളെ ചൊല്ലി ആരോഗ്യ സെക്രട്ടറി വെസ് ട്രീറ്റിംഗുമായി അവർ നിരന്തരം കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. തിങ്കളാഴ്ച നടത്തിയ നിർണായക കൂടിക്കാഴ്ചയെ തുടർന്നാണ് രാജി. 3.5 വർഷത്തെ പദവിക്ക് ശേഷമുള്ള രാജി സൗഹാർദ്ദപരമാണെന്നും അവരെ നിർബന്ധിതമായി പുറത്താക്കിയിട്ടില്ലെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. റഷ്യയെ പ്രതിരോധിക്കുന്നതിനായി ധാതു കരാറിൽ ഒപ്പുവെക്കാൻ വ്ളാഡിമിർ സെലൻസ്കി വെള്ളിയാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. US-ഉം ഉക്രൈനും തമ്മിൽ ദിവസങ്ങളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഈ പ്രഖ്യാപനം. $500 ബില്യൺ വിലമതിക്കുന്ന കരാറിൽ ഒപ്പിടാൻ US തന്നിൽ സമ്മർദ്ദം ചെലുത്തുന്നുവെന്ന് സെലൻസ്കി നേരത്തെ ആരോപിച്ചിരുന്നു. എന്നാൽ ആ കരാറിൽ ഒപ്പുവെച്ചാൽ ഉക്രൈനിലെ 10 തലമുറകൾ അത് നേരിടേണ്ടി വരും. ചൊവ്വാഴ്ച വൈകിട്ടാണ് ധാതു കരാറിന്റെ നിബന്ധനകൾ വന്നത്. യുദ്ധത്തിനിടെ യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശങ്ങളിലുള്ള അപൂർവ ധാതുശേഖരം അമേരിക്കയ്ക്ക് നൽകാമെന്ന് റഷ്യ. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റേതാണ് ഓഫർ. യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരമായി ഉക്രൈനിലെ ധാതു നിക്ഷേപത്തിൽ അവകാശം വേണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കെയാണ് റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള അസാധാരണമായ വാഗ്ദാനം. റഷ്യൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് പ്രസിഡന്റ് പുടിൻ പുതിയ വാഗ്ദാനം മുന്നോട്ട് വെച്ചത്. ഒരു പടി കൂടി കടന്ന് ധാതു ഖനനത്തിന് സംയുക്ത സംരംഭം ആകാമെന്നുവരെ പുടിൻ പറഞ്ഞു. 2027 പ്രതിരോധ ചെലവ് ദേശീയ വരുമാനത്തിന്റെ 2.5% വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ UK പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വാഷിംഗ്ടണിലേക്ക് പോകുമെന്ന് സൂചന. സൈനികർക്ക് ധനസഹായം നൽകുന്നതിനായി വിദേശ സഹായ ബജറ്റ് വെട്ടിക്കുറയ്ക്കുമെന്ന് ചൊവ്വാഴ്ച സ്റ്റാർമർ പറഞ്ഞു. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്ക റഷ്യയുമായി ഒരു കരാറിൽ ഏർപ്പെടുമെന്ന സൂചനകൾ പുറത്തുവന്നതിന് പിന്നാലെ ചെലവ് കുറയ്ക്കൽ പ്രഖ്യാപനം വന്നത്. തെക്കേ അമേരിക്കയിൽ അടിയന്തരാവസ്ഥയും രാത്രികാല കർഫ്യൂവും പ്രഖ്യാപിച്ചു. കഴിഞ്ഞ ദിവസം ചിലിയിൽ വൻ വൈദ്യുതി തടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് യാത്രക്കാർ കുടുങ്ങിപ്പോയിരുന്നു. ഇതേ തുടർന്നാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. വടക്കൻ ചിലിയിലെ അറ്റകാമ മരുഭൂമിയിൽ നിന്ന് സാന്റിയാഗോയുടെ ചിലിയിലേക്ക് വൈദ്യുതി കൊണ്ടുപോകുന്നത് വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനിൽ തടസ്സം സംഭവിച്ചതായി ഗ്രിഡ് ഓപ്പറേറ്ററായ നാഷണൽ ഇലക്ട്രിക്കൽ കോർഡിനേറ്റർ അറിയിച്ചു. എന്നാൽ എങ്ങനെയാണ് തടസ്സമുണ്ടായതെന്ന് വ്യക്തമല്ല. 2 ആഴ്ചക്കിടെ അതിശൈത്യം മൂലം ഗാസയിൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള 6 കുഞ്ഞുങ്ങൾ മരിച്ചതായി പാലസ്തീൻ അധികൃതർ. തണുപ്പിൽ നിന്ന് രക്ഷ കിട്ടാത്ത താൽക്കാലിക കൂടാരങ്ങളിലാണ് ആയിരക്കണക്കിന് പാലസ്തീൻ കുടുംബങ്ങൾ ഇപ്പോഴും കഴിയുന്നത്. 2 മാസം പ്രായമുള്ള പെൺകുഞ്ഞാണ് ഒടുവിൽ മരിച്ചതെന്ന് കാൻ
യുനൂസിലെ നാസർ ആശുപത്രി ശിശുരോഗ വിഭാഗം തലവൻ ഡോക്ടർ അഹമ്മദ് അൽ ഫറ പറഞ്ഞു. DRC വിമതരെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ UK റുവാണ്ടയ്ക്കുള്ള സഹായം നിർത്തിവെച്ചു. റുവാണ്ട ആതിഥേയത്വം വഹിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നത് UK സർക്കാർ നിർത്തലാക്കും. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ കിഗാലി പിന്തുണയുള്ള വിമതരുടെ മുന്നേറ്റത്തെ തുടർന്നാണ് റുവാണ്ടൻ സർക്കാർ ആതിഥേയത്വം വഹിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നത് അവസാനിപ്പിക്കുമെന്നും കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്തിനുള്ള സഹായം നിർത്തിവെക്കുമെന്നും UK സർക്കാർ പ്രഖ്യാപിച്ചത്. DRCയിലെ M23 വിമത ഗ്രൂപ്പിനെ പിന്തുണയ്ക്കുന്ന റുവാണ്ടോയ്ക്കെതിരെയും ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. 2025 നൈജീരിയൻ ലിംഗാധിഷ്ഠിത അക്രമങ്ങൾ മൂലം നിരവധി സ്ത്രീകൾ മരിച്ചുവെന്ന് ആക്ടിവിസ്റ്റുകളും സിവിൽ സൊസൈറ്റി സംഘടനകളും അറിയിച്ചു. ലാഗോസ് ആസ്ഥാനമായുള്ള ഡോക്യുമെന്റ് ഔർ ഹിസ്റ്ററി KS ഫൗണ്ടേഷന്റെ ഫെമിസൈഡ് ഒബ്സർവേറ്ററി കണക്കനുസരിച്ച് ജനുവരിയിൽ 17 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത് 240% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി 16 ആയപ്പോഴേക്കും 5 കേസുകൾ കൂടി. ഒമാനും UAEക്കുമിടയിൽ പുതിയ കരാതിർത്തി തുറക്കുന്നു. ഒമാന്റെ വടക്കൻ ഗവർണർ ആയ മുസ്നമിനെയും UAEയുടെ ഫുജൈറ എമിറേറ്റ്സിനെയും ബന്ധിപ്പിക്കുന്ന ദിബ ബോർഡർ ബുധനാഴ്ച ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. യാത്രികർക്കും ചരക്ക് കടത്തിനും ഉൾപ്പെടെ ദിബ അതിർത്തി വഴി സൗകര്യമൊരുക്കും. സുൽത്താനറ്റിക്ക് പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ മുസന്തമിലേക്ക് രാഷ്ട്രത്തിൽ നിന്നും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും സാധിക്കും. ഇരു രാജ്യങ്ങളിലെയും പൗരന്മാരുടെയും താമസക്കാരുടെയും യാത്ര സുഗമമാക്കുന്നതിനും പുതിയ കരാതിർത്തി സഹായകമാകും. കുവൈറ്റിലെ നഗരപ്രദേശങ്ങളിലും മരുഭൂമികളിലും കൊടും തണുപ്പ് അനുഭവപ്പെട്ടു. 6 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും തണുപ്പുള്ള ദിവസമാണ് കുവൈറ്റിൽ ഇന്നലെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വ്യക്തമാക്കി. രാജ്യത്തെ താപനില താഴ്ന്ന പഴയ റെക്കോർഡുകൾ മറികടന്നു. ഇത് ജനജീവിതത്തെ വലിയ തോതിൽ ബാധിച്ചതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. ഇന്നും അതിശൈത്യം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ 60 വർഷത്തിനിടയിൽ ഇത്രമാത്രം ശൈത്യം അനുഭവപ്പെട്ട ഫെബ്രുവരി മാസം രാജ്യത്ത് ഉണ്ടായിട്ടില്ലെന്ന് കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസം ഔദ്യോഗികമായി അംഗീകരിച്ച സൗദി റിയാലിന്റെ ചിഹ്നം ഉപയോഗിക്കുന്നതിന് 8 പുതിയ നിയമങ്ങളാണ് സെൻട്രൽ ബാങ്ക് അവതരിപ്പിക്കുന്നത്. രാജ്യത്തും വിദേശത്തും കറൻസിക്ക് ശക്തമായ ഒരു ഐഡന്റിറ്റി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സൗദി അറേബ്യയുടെ സാമ്പത്തികവും സാംസ്കാരികവുമായ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി സൗദി ഭരണാധികാരി സൽമാൻ ബിൻ അബ്ദുൾ അസീസ് രാജാവ് ചിഹ്നത്തിന് ഔദ്യോഗികമായി അംഗീകാരം നൽകിയതിനെ തുടർന്നാണ് ഈ നടപടി. വിവിധ മേഖലകളിൽ റിയാൽ ചിഹ്നം പ്രത്യക്ഷപ്പെടുമ്പോൾ സ്ഥിരത ഉറപ്പാക്കുന്നതിനാണ് പുതിയ മാർഗനിർദ്ദേശങ്ങളുമായി സെൻട്രൽ ബാങ്ക് രംഗത്തെത്തിയിരിക്കുന്നത്. വിവാഹമോചനം, മക്കളുടെ കസ്റ്റഡി കാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് UAE കൊണ്ടുവന്ന പുതിയ പേഴ്സണൽ സ്റ്റാറ്റസ് നിയമം UAEയിൽ താമസിക്കുന്ന പൗരന്മാർക്കും പ്രവാസികൾക്കും ഒരുപോലെ ബാധകമാകും. എന്നാൽ പ്രവാസികളിൽ ഇസ്ലാം മത വിശ്വാസികൾക്ക് മാത്രമായിരിക്കും നിയമം ബാധകമാവുക. മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നിയമം ബാധകമല്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ദുബായിൽ സ്കൂട്ടർ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടിയെക്കുറിച്ച് ആലോചിക്കുകയാണ് അധികൃതർ. ഇതിന്റെ ഭാഗമായി നഗരത്തിലെ പ്രധാന പ്രദേശങ്ങളിലെ സൈക്ലിസ്റ്റുകൾക്കും സ്കൂട്ടർ ഉപയോക്താക്കൾക്കും ഇടയിൽ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിനും അവബോധം വളർത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള സംയുക്ത ക്യാമ്പയിനുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ദുബായ് പോലീസും റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും. ദുബായ് മറീന, അൽ ബർഷ, അൽ റിഖ, അൽ മുറഖബാദ്, അൽ സദ്വ, ഖാലിദ് ബിൻ അൽ വലീദ് സ്ട്രീറ്റ്, അൽ കറാമ എന്നിവിടങ്ങളിലാണ് ക്യാമ്പയിൻ ശക്തമാക്കുക. കഴിഞ്ഞ വർഷം സ്കൂട്ടറുകളും സൈക്കിളുകളും ഉൾപ്പെടെ 256 റോഡപകടങ്ങളിൽ കുറഞ്ഞത് 10 പേർ മരിക്കുകയും 259 പേർ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇനി നാഷണൽ ഹൈലൈറ്റ്സ്. $64 കോടിയിലേറെ തീർത്ഥാടകരുടെ പങ്കാളിത്തത്താൽ ലോകശ്രദ്ധ നേടിയ മഹാകുംഭമേളയ്ക്ക് ശിവരാത്രി ദിനത്തിലെ പുണ്യസ്നാനത്തോടെ ഇന്ന് സമാപനം. 45 ദിവസത്തെ തീർത്ഥാടനം ത്രിവേണി സംഗമത്തിലെ അമൃതസ്നാനത്തോടെയാണ് സമാപിക്കുക. രാവിലെ 11:08 മുതൽ നാളെ രാവിലെ 8:54 വരെയാണ് അമൃതസ്നാനത്തിന്റെ മുഹൂർത്തം. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമഭൂമിയായ പ്രയാഗ്രാജിലെ ത്രിവേണി സംഗമത്തിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തരാണ് എത്തുന്നത്. തെലങ്കാനയിൽ തുരങ്കത്തിൽ കുടുങ്ങിയ 8 പേർക്കായുള്ള രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ രക്ഷാപ്രവർത്തകരുടെ ജീവന് ഭീഷണിയില്ലെന്ന് ജലസേചന മന്ത്രി ഉത്തം കുമാർ റെഡ്ഡി. ഇതോടെ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്ന 8 പേരെയും രക്ഷപ്പെടുത്താനുള്ള സാധ്യത മങ്ങി. തുരങ്കത്തിൽ വെള്ളവും ചെളിയും ഒഴുകിയിറങ്ങുന്നതാണ് രക്ഷാപ്രവർത്തകരുടെയും കുടുങ്ങിക്കിടക്കുന്നവരുടെയും ജീവന് ഭീഷണിയാകുന്നത്. തുരങ്കത്തിൽ വീണ്ടും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ടെന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിനെ തുടർന്ന് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചേക്കുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു. തുരങ്കത്തിൽ ചളിയും വെള്ളവും കൂടുന്നുണ്ടെന്ന് തിങ്കളാഴ്ച രക്ഷാദൌത്യത്തിന് ഇറങ്ങിയവർ പറഞ്ഞിരുന്നു. രക്ഷാപ്രവർത്തകരുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തായിരുന്നു പുതിയ തീരുമാനം. ഇനിയൊരു ഇടവേള.
വാർത്തകൾ തുടരുന്നു. ഇനി കേരള ഹൈലൈറ്റ്സ്. CPM-നെതിരെ ഭീഷണി പ്രസംഗവുമായി PV അൻവർ. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. തന്നെയും UDF പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കുമെന്നും മദ്യവും മയക്കുമരുന്നും കൊടുത്ത പ്രവർത്തകരെ വിടുന്ന CPM നേതാക്കൾക്കുള്ള സൂചനയാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് നാടകീയ രംഗങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചത്. നേരത്തെ UDF-ന്റെ ഭരണം LDF-ന് പിടിച്ചുവാങ്ങിക്കൊടുത്തിരുന്നു. ഇപ്പോൾ വീണ്ടും അവിശ്വാസ പ്രമേയത്തിലൂടെ LDF-ന്റെ ഭരണം UDF-ന് പിടിച്ചുവാങ്ങിക്കൊടുത്തിരിക്കുകയാണ് PV അൻവർ. ഇതിന് പിന്നാലെ CPM-ന് നേരെ ഭീഷണി സന്ദേശവുമായി PV അൻവർ രംഗത്തെത്തിയിരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരോടുള്ള കേന്ദ്ര അവഗണന അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി വയനാട് LTF ജില്ലാ കമ്മിറ്റി ഡൽഹിയിൽ നടത്തിയ 2 ദിവസത്തെ സമരം അവസാനിപ്പിച്ചു. അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ പ്രക്ഷോഭം തുടരണമെന്ന് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത K. രാധാകൃഷ്ണൻ MP പറഞ്ഞു. വനം വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിക്കായി പാർലമെന്റിൽ സ്വകാര്യ ബിൽ അവതരിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി തയ്യാറാക്കണമെന്ന് LDF ജില്ലാ കമ്മിറ്റി കൺവീനർ CL ശശീന്ദ്രൻ ആവശ്യപ്പെട്ടു. ഇനി പൗണ്ട് റേറ്റ്. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 110.12 ഇന്ത്യൻ രൂപ, ഒരു ഡോളർ 87.14 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 91.44 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.26 US ഡോളർ. ഇനി സ്പോർട്സ്. വനിതാ പ്രീമിയർ ലീഗിൽ ഗുജറാത്ത് ജയൻസിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ച ഡൽഹി ക്യാപിറ്റൽസ്. ആദ്യം ബാറ്റ് ചെയ്ത ഗുജറാത്തിനെ 127 റൺസിൽ ഒതുക്കിയ ഡൽഹി മറുപടി ബാറ്റിംഗിൽ 29 പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം കണ്ടു. ഡൽഹിക്കായി ജസ് ജൊനോസൺ 61 റൺസും ഷെഫാലി വർമ്മ 44 റൺസും നേടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൗരത്വം നൽകാൻ പുതിയ ഇമിഗ്രേഷൻ നയവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 43 കോടി രൂപ നൽകി പൗരത്വം നേടാനുള്ള പുതിയ അവസരം തുറന്ന് US ലക്ഷ്യമിടുന്നത് അതിസമ്പന്നരെ. UK-യിൽ സൂപ്പർ ബഗുകളെ നേരിടാനുള്ള ശ്രമങ്ങളിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടന. രോഗകാരികൾ ആന്റിബയോട്ടിക്കുകൾക്കും മറ്റ് ആന്റിമൈക്രോബിയലുകൾക്കുമെതിരെ പ്രതിരോധിക്കുന്നതിൽ അവയെ ചെറുക്കാൻ മരുന്നുകൾക്കിനി സാധിക്കില്ല. ഇംഗ്ലണ്ടിലെ ആരോഗ്യ മേഖലയെ ഞെട്ടിച്ച് NHS ചീഫ് എക്സിക്യൂട്ടീവ് സ്ഥാനത്തു നിന്ന് അമാൻഡ പ്രിച്ചാർഡ് രാജിവെച്ചു. രാജ്യ സർക്കാരുമായി ഉടലെടുത്ത അസ്വാരസ്യങ്ങളെ തുടർന്നു. റഷ്യയെ പ്രതിരോധിക്കുന്നതിനായി ധാതു കരാറിൽ ഒപ്പുവെക്കാൻ വ്ളാഡിമിർ സെലൻസ്കി വെള്ളിയാഴ്ച വൈറ്റ് ഹൌസ് സന്ദർശിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. പ്രഖ്യാപനം US-ഉം ഉക്രൈനും തമ്മിൽ ദിവസങ്ങളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം. DRC വിമതരെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ UK റുവാണ്ടയ്ക്കുള്ള സഹായം നിർത്തിവെച്ചു. റുവാണ്ട ആതിഥേയത്വം വഹിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നത് UK സർക്കാർ നിർത്തലാക്കും. സൗദി റിയാലിന്റെ ചിഹ്നം ഉപയോഗിക്കുന്നതിന് 8 പുതിയ നിയമങ്ങളുമായി സെൻട്രൽ ബാങ്ക്. പുതിയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് രാജ്യത്തും വിദേശത്തും കറൻസിക്ക് ശക്തമായ ഒരു ഐഡന്റിറ്റി നൽകുക എന്ന ലക്ഷ്യത്തോടെ. ദുബായിൽ സ്കൂട്ടർ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടികളെക്കുറിച്ച് ആലോചിച്ച് അധികൃതർ. നഗരത്തിലെ പ്രധാന പ്രദേശങ്ങളിലെ സൈക്ലിസ്റ്റുകൾക്കും സ്കൂട്ടർ ഉപയോക്താക്കൾക്കും ഇതിൽ സുരക്ഷ മെച്ചപ്പെടുത്തുന്നതിന് ക്യാമ്പയിനുമായി ദുബായ് പോലീസ്. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.